നമസ്കാരം. മുണ്ടക്കയിലും ചൂരൽമലയിലും ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ മരണസംഖ്യ 500 കടന്നേക്കും. 189 പേർ മരിച്ചതായിട്ടാണ് വ്യാഴാഴ്ച വൈകുന്നേരം വരെ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചത്. 425 പേരെ കണ്ടെത്താനുണ്ട്. എന്നാൽ 300 മരണങ്ങൾ ഉണ്ടായെന്ന് അനൌദ്യോഗിക കണക്കുമുണ്ട്. ഏതായാലും കാണാതായവരും കണക്കും കൂടി കൂട്ടുമ്പോൾ വലിയ ആൾനാശം ഉണ്ടായിട്ടുണ്ടെന്ന വിലയിരുത്തൽ സജീവമാണ്. ഇനി ആരും ദുരന്ത സ്ഥലത്ത് ജീവനോടെ ഇല്ലെന്ന് സൈന്യവും സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് കൂടിയാണ് ഇപ്പോൾ മൃതദേഹങ്ങൾക്ക് വേണ്ടിയുള്ള തിരച്ചിലായി രക്ഷാപ്രവർത്തനം മാറുന്നത്. രാജ്യത്തെ തന്നെ ഏറ്റവും വലിയ പ്രകൃതി ദുരന്തങ്ങളിലൊന്നായി മാറിയ മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലിൽ മരണസംഖ്യ 400 കടക്കുമെന്ന ആശങ്ക സർക്കാരിനുണ്ട്. മുണ്ടക്കൈ അട്ടമല ഉൾപ്പെടെ ദുരന്ത മേഖലയിൽ തിരച്ചിൽ തുടരുന്നുണ്ടെങ്കിലും ഇനി ആരും ജീവനോടെ കുടുങ്ങിക്കിടക്കാൻ സാധ്യതയില്ലെന്നാണ് സൈന്യത്തിന്റെ വിലയിരുത്തൽ. മൃതദേഹങ്ങളാവും ഇനി കണ്ടെടുക്കാനുള്ളതെന്ന് കേരള കർണാടക സബ് ഏരിയ ജനറൽ ഓഫീസർ കമാൻഡിംഗ് മേജർ ജനറൽ വിനോദ് മാത്യു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിൽ വ്യക്തമാക്കി. മലപ്പുറത്ത് നിന്ന് കിട്ടിയ മൃതദേഹങ്ങളും മൃതദേഹാവശിഷ്ടങ്ങളും വയനാട്ടിലേക്ക് കൊണ്ടുവന്നു. ശരീരഭാഗങ്ങൾ ഉൾപ്പെടെ 279 മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടം ചെയ്തു. അവകാശികളില്ലാത്ത മൃതദേഹങ്ങൾ സംസ്കരിക്കാനായി പ്രോട്ടോകോളും തയ്യാറാക്കിയിട്ടുണ്ട്. 96 പേരാണ് ആശുപത്രികളിൽ ചികിത്സയിലുള്ളത്. 129 പേരെ ചികിത്സയ്ക്ക് ശേഷം ക്യാമ്പുകളിലേക്ക് മാറ്റി. ചാലിയാർ പുഴയുടെ 40 കിലോമീറ്ററിലെ 8 പോലീസ് സ്റ്റേഷൻ അതിർത്തികളിൽ ഇന്ന് പരിശോധന നടത്തുമെന്നതാണ് മന്ത്രിതല ഉപസമിതി അറിയിച്ചിട്ടുള്ളത്. രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന മന്ത്രിമാരായ കെ രാജൻ, മുഹമ്മദ് റിയാസ്, AK ശശീന്ദ്രൻ, OK കേളു എന്നിവരാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. പോലീസും സന്നദ്ധ പ്രവർത്തകരും ചേർന്നാകും ചാലിയാറിന്റെ തീരങ്ങളിൽ തിരച്ചിൽ നടത്തുക. കോസ്റ്റ് ഗാർഡ്, ഫോറസ്റ്റ്, നേവി ടീമും ഇവിടെ തിരച്ചിൽ നടത്തും. മുണ്ടക്കൈ ചൂരൽമല മേഖലയിൽ ഇന്നു മുതൽ 6 സോണുകളായി തിരിച്ച് 40 ടീമുകളാകും തിരച്ചിൽ രംഗത്തുണ്ടാകുക. അട്ടമലയും ആറന്മലയും ചേർന്നതാണ് ആദ്യത്തെ സോൺ. മുണ്ടക്കൈ 2ാമത്തെ സോണും പുഞ്ചിരിമട്ടം 3ാമത്തേതും വെള്ളാർമല വില്ലേജ് റോഡ് 4ാമത്തേതും GVHSS വെള്ളാർമല 5ാമത്തെ സോണും പുഴയുടെ അടിവാരം 6ാമത്തെ സോണുമാണെന്ന് മന്ത്രിതല സമിതി വ്യക്തമാക്കിയിട്ടുണ്ട്. സൈന്യം, NDRF, DSG, കോസ്റ്റ് ഗാർഡ്, നേവി, MEG ഉൾപ്പെടെയുള്ള സംയുക്ത സംഘമാണ് തെരച്ചിൽ നടത്തുക. ഓരോ ടീമിലും 3 നാട്ടുകാരും ഒരു വനംവകുപ്പ് ജീവനക്കാരനും ഉണ്ടാകും. 40 കിലോമീറ്റർ ചാലിയാറിന്റെ പരിധിയിൽ വരുന്ന 8 പോലീസ് സ്റ്റേഷന്റെ പുഴ ഭാഗങ്ങളിൽ പോലീസും നീന്തൽ വിദഗ്ധരായ നാട്ടുകാരും ചേർന്നാകും തെരച്ചിൽ നടത്തുക. പോലീസ് ഹെലികോപ്റ്റർ ഉപയോഗിച്ച് സമാന്തരമായും തെരച്ചിൽ നടത്തും. ഇതോടൊപ്പം കോസ്റ്റ് ഗാർഡും നേവിയും വനംവകുപ്പും ചേർന്ന് പുഴയുടെ അരികുകളും മൃതദേഹങ്ങൾ തങ്ങാൻ സാധ്യതയുള്ള ഇടങ്ങൾ കേന്ദ്രീകരിച്ചും തെരച്ചിൽ നടത്തും. വയനാട്ടിലെ ഉരുൾപൊട്ടലിൽ പാറയും മണ്ണുമടക്കം ഒഴുകിച്ചെന്നത് 8 കിലോമീറ്ററോളം ദൂരമാണ്. 86,000 ചതുരശ്ര മീറ്റർ സ്ഥലത്തെയാണ് ഉരുൾപൊട്ടൽ ബാധിച്ചത്. ഇത് ഏകദേശം 8.6 ഹെക്ടർ അഥവാ 21.25 ഏക്കർ സ്ഥലം വരും. ISRO നാഷണൽ റിമോട്ട് സെൻസിംഗ് സെന്ററിന്റെ ഉപഗ്രഹ ചിത്രങ്ങളിൽ നിന്നാണ് ഇക്കാര്യം വ്യക്തമായത്. മുൻപ് ഇതേ സ്ഥലത്ത് ഉരുൾപൊട്ടൽ നടന്നതിന്റെ ശേഷിപ്പുകൾ വ്യക്തമാക്കുന്ന പഴയ ഉപഗ്രഹ ചിത്രവും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇത് 2023 മെയ്യിൽ പകർത്തിയ ചിത്രമാണ്. പുതിയ ചിത്രങ്ങൾ റിസാറ്റ് ഉപഗ്രഹവും പഴയത് കാർട്ടോസാറ്റ് 3 ഉപഗ്രഹവും പകർത്തിയതാണ്. സമുദ്രനിരപ്പിൽ നിന്ന് 1550 മീറ്റർ ഉയരത്തിലാണ് ഉരുൾപൊട്ടലിന്റെ ഉത്ഭവം. ഏകദേശം 86,000 ചതുരശ്ര മീറ്റർ ഭൂമിയിൽ മണ്ണിടുകയും അവശിഷ്ടങ്ങൾ 8 കിലോമീറ്ററോളം ഇരവിഴിഞ്ഞിപ്പുഴയിലൂടെ ഒഴുകുകയും ചെയ്തു. NDTV ആയിരുന്നു ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത്. അതേസമയം ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ കേന്ദ്രത്തിന്റെ റിപ്പോർട്ട് പ്രകാരം ഇതേ സ്ഥലത്തെ പഴയ ഒരു ഉരുൾപൊട്ടലിന്റെ തെളിവും കിട്ടിയിട്ടുണ്ട്. ISROയുടെ ഭാഗമായ ഹൈദരാബാദിലെ നാഷണൽ റിമോട്ട് സെൻസിംഗ് കേന്ദ്രം കാർട്ടോസാറ്റ് 3 ഒപ്റ്റിക്കൽ ഉപഗ്രഹവും റിസാറ്റ് ഉപഗ്രഹവും വഴിയാണ് ഉരുൾപൊട്ടൽ വിശകലനം ചെയ്തത്. സമുദ്രനിരപ്പിൽ നിന്ന് 1550 മീറ്റർ ഉയരത്തിലാണ് ഉരുൾപൊട്ടൽ ഉണ്ടായതെന്നും ISRO വിലയിരുത്തുന്നു.